അത്രയും ക്യാരറ്റ് അതിനകത്ത് അടിയോ? ഷബി വേണ്ടാക്ക് എടുത്തു വെക്ക്. എന്നിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ശുചിക്കുട്ടന് കേക്ക് ഉണ്ടാക്കി. ബർത്ത്ഡേക്ക് ഷാബി മാത്രമേ ഉള്ളൂ ഇങ്ങനെ നല്ല കുട്ടി. എല്ലാം ഒന്നിച്ച് കൊണ്ടോടോ മാഷെ. ഒരെണ്ണം എടുക്കും കൊണ്ടുപോയി. അവനെങ്ങനെയാണോ ഇഷ്ടം അതേപോലെയാണ് കൊണ്ടുപോട്ടെ. നിങ്ങൾ കഴുകിയത് വൃത്തിയാക്കി എല്ലാവരും കൂടെ കഴുകുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ പൊടിയോ എന്തെങ്കിലും കണ്ടാൽ അല്ല, അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. അത് കൊടുത്തോ? ആ പാത്രം കൊടുത്തോ? ഇനി അതിനൊന്നും കൂടെ പോകാൻ നിൽക്കണം. അവർക്ക് എങ്ങനെയാണ് ഇഷ്ടം അതേപോലെ ഈത്തപ്പഴത്തിലെ കുരു കളയും മോനെ. അമിതാഭ് ബച്ചൻ അടുക്കളയിലേക്ക്. നിനക്കെന്താ പരിപാടി? ഇതെന്താ ബ്രോസ്റ്റാണ്? എന്നിട്ട് നീ എന്താ പാല് ചുട്ട അതൊക്കെ മിക്സ് മോള് നിന്റെ സൗണ്ട് കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. പാല് മിക്സ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പാല് പഠിച്ചോ കഴിയാനേ. കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു ഉപകാരമാവും. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്തൊന്നും ഇപ്പൊ ഒരു കുടുംബജീവിതം പിന്നെ സ്വിഗ്ഗി ഉണ്ടെന്ന് അന്നത്തെ ജനറേഷൻ എല്ലാം ഞാൻ കുക്ക് ചെയ്യലോ. താല്പര്യമുള്ള മെസ്സേജ് അയച്ചാൽ കുക്കിംഗ് ഒക്കെ അറിയാം. മുട്ട ഉണ്ടാക്കാൻ അറിയാം. നിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി പറഞ്ഞു. ചോറ് ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കും. താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് അയക്കുക. നെയ്ച്ചോറും ചിക്കൻ കറിയും മുട്ടയും ഉണ്ടാക്കും ഷാബി ഇതൊക്കെ കഴിക്കും. ഇല്ല ഷാബി ആ ഫോൺ അവിടുന്ന് മാറ്റി വെച്ചോട്ടോ. അത് മിക്കവാറും അതിനെ തെറിക്കും. ഫോൺ എടുത്ത് മാറ്റി. ഷാബിക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞ അന്ന് മുതൽ കേക്ക് ഉണ്ടാക്കുന്ന ജോലിയാണ്. എന്തിന് സ്വീറ്റ്സ് അയക്കാനൊക്കെ പറഞ്ഞു. റയ്യാനൊരു കാര്യം പറയട്ടെ. നീ ഇരിക്കണ ആ ചെയറില്ലേ, ആ ചെയറിന് എത്ര കൊല്ലത്തെ പഴക്കം ഉണ്ടാവും അറിയും? ഒരു 80 കൊല്ലത്തിന് മേലെ പഴക്കം ഉണ്ടാവും ചെയറിന്. അതായത് ഉപ്പപ്പാന്റെ കുട്ടിക്കാലത്തുള്ള ചെയറാണ്. അതുണ്ടാക്കിയത് ഉപ്പപ്പാക്കടക്കം ഓർമ്മല്ല ഈ ചെയർ. അത് വീട്ടില് പാർട്ടീഷൻ വെക്കില്ലേ, ആ സമയത്ത് നമുക്ക് കിട്ടിയ ചെയറാണ്. പക്ഷെ എപ്പോഴും അതിനൊരു സൗണ്ട് പോലും ഇല്ലല്ലോ. നോക്കിയാ നീ ഒരു സൗണ്ട് അതിലിരിക്കുന്ന ആ പ്ലാവ മണത്ത് നോക്കി
കുറച്ച് കുടിച്ചോ? പിന്നെ അവന് വായയിൽ വെച്ച് അവൻ തൊട്ടില്ല. മുതലെന്ന് കേക്ക് ഉണ്ടാക്കി കൊടുക്കാതെ കേക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ പോയി ഒന്ന് തൊട്ട് നോക്കും. നീ നോക്ക്, നീ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ നോക്ക് റയ്യാൻ. ഞാൻ പറയുന്നത് ഇതിന്റെ ഇത് ഫുൾ അതിനകത്ത് ഒഴിക്കുക. ഒഴിച്ചോ മറ്റേ ഫുൾ ഒഴിച്ചോ. ഭാഷ ഇന്ന് തീരുവോ ഷാബി? അവന് കളിയാക്കുന്നവന് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്റെ ഒരു നോട്ടം നോക്കുന്നു നോക്ക് ഷാബി. ബ്രോസ്റ്റ് കൊറേ നേരമായല്ലോ റയ്യാനെ നീ ഇരുന്ന് കുറച്ച് എന്റെ ഇടയ്ക്ക് പണിയെടുക്കാൻ വന്നാൽ തൈര് ആ ഒരു സാധനം മൊത്തത്തില് കൈയടക്കിയിട്ടേ പോകുള്ളൂ. കണ്ടോ നീ? ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ടേസ്റ്റ് ഇല്ല എന്ന് പറയും കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ട് പറയും. ഉണ്ടെങ്കിൽ പറയും, അത് സംശയമൊന്നുമില്ല. ഷബി ഇവിടെ ഇവിടെ നോക്കാം. ചേട്ടാ എന്നാ ഇങ്ങോട്ട് നോക്കേ ഷാബി. ബ്രോസ്റ്റ് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അതിൽ തൊട്ട അത് തൊട്ട അതാരാ? ഷാബിയാണോ? വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കണം എന്ന് അതിൽ തൊട്ട് പറയണം. അതിൽ പോയി തൊട്ടാ വെള്ളം കുടിക്കണം എന്ന് പറയും. പോയി തൊടണം. അതിന്റെ അടിയിലല്ല ഇരിക്കുന്നത്. അത് തൊണ്ട പൊന്തിച്ച വെള്ളം വരില്ലേ? ഇപ്പൊ ആദ്യം അതിൽ പോയി ഇങ്ങനെ കൊട്ടേണ്ട കാര്യമുണ്ടോ? പഠിപ്പിക്കുന്നതിന്റെ കാര്യം ആലോചിച്ചൊക്കെ. ആ ഫോട്ടോ പോയി ഇങ്ങനെ തൊടണം. എത്ര വെള്ളമാണ് ഇതിന്റെ തൊട്ടടിയിൽ നിന്ന് വലിച്ച വെള്ളം വരും. അത് ആ വെള്ളം വലിക്കണ പഠിപ്പിച്ചു കൊടുക്കാതെ ഫോട്ടോ പോയി തൊടാൻ പഠിപ്പിച്ചു കൊടുക്കാം. നിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ എന്താ വെറുതെ ഷാബിക്കാക്കാക്ക് ബുദ്ധിയില്ലാന്നാണ് പറയുന്നത്. അതില് പോയി ഇങ്ങനെ കൊട്ടാനാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിന്റെ അടിയിൽ വലിച്ച വെള്ളം വരുന്നല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. ശരി, നിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച്. വീടിന്റെ ഏത് ചുമരെടുത്ത് നോക്കിയാലോ അവിടെ ഒന്ന് ഇവിടെ ഒന്ന്. വീടിന്റെ അങ്ങോട്ട് തിരിഞ്ഞാ ഷാബിക്ക, തിരിഞ്ഞാ ഷാബിക്ക. ഇതിലെന്താ രസമുണ്ടായി അറിയോ? ഇതിലെന്താ രസമുണ്ടായി അറിയോ? ഈ ചായയുടെ ഇത് വെച്ചത് മുതല് ഷാബിക്ക് ചായ വേണ്ട. ഷാബിക്ക് ചായ എന്ന് വിളിച്ചാൽ മറ്റേത് ഓടി വന്നിരുന്നത്. ഇപ്പൊ അവന് എന്റെ അടുത്ത് വന്ന് പരാതി പറയും. ഇങ്ങോട്ട് വാ ഷാബി. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് വന്നിരുന്നു. നമ്മുടെ അടുക്കള റിനോവേഷൻ ചെയ്യാനായി. അപ്പൊ അതിലേക്ക് നിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാടാ? നീ ഒരു 1,00,000, ചുരുക്കാക്ക 1,00,000, പിന്നെ ഞാൻ 1,00,000. അത് ഒട്ടേറില്ല. നീ ചെയ്യുമ്പം ടോപ്പായിട്ട് ചെയ്യണം. ഷാബിയില്ലാത്ത മാതിരി എന്ത് സമയം 7:35 വൈകുന്നേരം. നോമ്പ് തുറക്കണം. അവന് മുടി അത് മേക്കപ്പിന് കാശില്ല, മറ്റേ അലവൻസ് ഇല്ല, ബോണസ് ഇല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ മാസ പേയ്മെന്റ് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവൻ എന്തൊക്കെ കൊടുക്കണം അല്ലേ ഷാബി? കംപ്ലീറ്റ് അല്ലേ? ഞങ്ങള് എന്തുമാത്രം അഭിനയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്നിട്ട് എന്താ അല്ലേ ഷാബി? ഒരു ദിവസത്തിന് നാട്ടിലേക്ക് വരാത്തതില്ല. വാഴ വെട്ടണം, റബ്ബർ ഷീറ്റ് എടുത്തിടണം, ബ്രോസ്റ്റ് ഉണ്ടാക്കണം. അല്ല അതൊക്കെ നീ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. അല്ല ഒരു ദിവസത്തിന് വന്നു കഴിഞ്ഞാൽ വീഡിയോയിൽ അഭിനയിക്കണം. വീഡിയോയിൽ അഭിനയിക്കണ്ടല്ലോ, നീ ഉള്ളതായി ഒരു ചെലവില്ലാതെ നിന്നെ ഫേമസ് ആക്കി തന്നില്ല. കോളേജിലെ കുട്ടികള് തിരിച്ചറിയുന്നില്ലടാ. പിന്നെ കോളേജിലെ കുട്ടികൾക്ക് ഇത് കാണാൻ അറിയുന്ന ആരെങ്കിലും കുറച്ചുപേര് കാണും. എല്ലാവർക്കും എന്നിട്ട് കാണിച്ചു കൊടുക്കേ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഷാബി. അവിടെ ഇരുന്നു കുറെ നേരം അതിനെ ഇളക്കണു. മതി.
ഇവിടെ ഇരുന്ന് കേൾക്കണമെന്ന് പൂതിയുണ്ടോ? എന്നെ ഇവിടെ ഇരുന്നോ? Escape. ഇല്ല ഷാബി, ജോലി എടുക്കാൻ പറ്റും. ഞങ്ങൾക്കൊക്കെ ഈ വേർപ്പിന്റെ അസുഖമുണ്ട്. അതൊന്നുമില്ല. എടാ അന്ന അത് നോക്കാം. ഒരു ടീഷർട്ട് അതൊന്നല്ല, റബ്ബർ ഷീറ്റ്. നീ എന്താ പറഞ്ഞു? വന്നിട്ട് ഷീറ്റൊക്കെ വണ്ടിയിൽ വിളിച്ചോ? രാത്രി 3 മണിക്കാ നീ ഉറങ്ങി. 3 മണിക്കല്ല 2 മണിക്ക്. എന്നിട്ട് നീ 11 മണി വരെ കിടന്നുറങ്ങി. ഞാനും അവനും ആ ചേച്ചിയും കൂടിയാണ് ഒക്കെ എടുത്തിട്ട്. അത് കഴിഞ്ഞ് ലേറ്റർ വാങ്ങിയപ്പോഴേ എനിക്ക് പറ്റിയില്ല. നോക്ക് നോക്ക്, വേ നോക്ക്. ഞാൻ എങ്ങനെ ഉണ്ടാക്കണ്ട് മാസ്റ്റർ പറഞ്ഞോളൂ, എന്നിട്ട് മാസ്റ്റർ തന്നെ ചെയ്തോളൂ. ആരപ്പ ഇതിന്റെ മാസ്റ്റർ ഷെഫ്? നീ പറഞ്ഞു ബ്രോസ്റ്റ് വേ ഉണ്ടാക്കാൻ പറ. ഉപ്പിട്ടതില് ഗരം മസാല, ഷാബി ഗരം മസാല, ബേക്കിംഗ് പൗഡർ, വിനേഗർ വെച്ചോ. വിനേഗർ വെച്ചിട്ടാ ജോലി പണി ചെയ്തിട്ട് റയ്യാനെ, ചിക്കന് എങ്ങനെങ്കിലും കഴിക്കാൻ പറ്റൂടാ. നിങ്ങളെല്ലാരും കൂടെ ബ്രോസ്റ്റ് വേണമെന്നില്ല. ഇതിലിട്ടോ മുത്ത വിനാഗറില് ആ ചട്ടിയിലല്ല, ഇതിലിട്ടില്ല. അവന്റെ കോൺട്രിബ്യൂഷൻ ചെയ്യും. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതിലിട്ടോ? അല്ല, എണ്ണ ഒഴിക്കണം. ബേക്കിംഗ് പൗഡർ ഇട്ടോ? അതില് ബേക്കിംഗ് അതിൽ ബേക്കിംഗ് പൗഡർ ഇടണം. രണ്ടിലിടണോ? ഒഴിച്ചോ, ധൈര്യമായിട്ട് ഒഴിച്ചോ. പൊടിയാണ് ചെയ്യും. ഇതില് മുക്കന്നിട്ട് എണ്ണ എത്ര അളവ് വേണമെന്ന് പറഞ്ഞു കൊടുക്കും. നിന്റെ മകൻ മോത്തിക്ക് നോക്കുന്നുണ്ട്. അതൊന്ന് അരിച്ചെടുത്താൽ ചിരിച്ചിട്ട് ഈ വീട്ടിലത്തെ ഫുള്ള് അവരെ തിന്നല്. ഞാനിപ്പോ 2 ഐസ്ക്രീം വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പോയപ്പോ ഒരു ഐസ്ക്രീം ഞാൻ വന്ന് അപ്പൊ തന്നെ അലിഞ്ഞോ, എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് കൂട്ടി വെച്ചു. പിന്നെ അവിടെ ഇങ്ങനെ നിന്ന് കൊടുത്തു. അപ്പൊ ഞാൻ ഒന്നെടുത്ത് കൊടുത്തു. എന്നിട്ടിപ്പോ നേരത്തെ കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ രണ്ടാമത്തെ എടുത്ത് വെച്ചു. ഫ്രിഡ്ജിൽ 2 ഐസ്ക്രീം ഉണ്ടായിരുന്ന അവൻ അതിന്റെ മണം കിട്ടിയാൽ പോയിട്ട് നല്ല കണ്ടു ഞാൻ എടുത്ത് വെക്കണത്. ഒന്ന് ഞാൻ അപ്പൊ തന്നെ കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ അവിടെ വെക്കണ മൂപ്പര് കണ്ടു. അതാണ് ഇടയ്ക്ക് വേണം ഇങ്ങനെ ചിരിക്കുന്നുണ്ട. ചുമരിലൊക്കെ ചാരിന്ന് ചിരിക്കാൻ. ഇതൊക്കെ എന്തില്ല ഷാബി? ഷാബി ആലോചിക്കുന്നത് എന്ന് ഞാനാണ് ഇവിടുത്തെ ഷെഫ്. അവന് മനസ്സിലായില്ല എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അല്ല ഷാബി, റയ്യാൻ എന്തോ കഴിഞ്ഞാൽ ക്ഷീണാണ്, എനിക്ക് വയ്യ, നീ എന്തെങ്കിലും ചെയ്തു ഞാൻ പോകും. കണ്ടോ, ഒരു ഉമ്മ പറയണ വർത്താനാണ്. മാസത്തിൽ 1 തവണ ഇളയ മോൻ ലീവിന് വന്നു കഴിഞ്ഞാ ഉമ്മ പറയാണ് നിന്നെ ചെയ്തരാൻ പറ്റില്ല. കല്യാണം കഴിച്ചോടന്ന് നീ വരുമെന്നല്ലോ, കോളേജ് ഹോസ്റ്റലിൽ നിന്നല്ലേ? ആ ഹോസ്റ്റലിനാ വരണേ. കല്യാണം കഴിച്ച വീടാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. അതിപ്പോ നടക്കുവോ? പാവം ഞാൻ ആ ഹോസ്റ്റലില്. നിനക്ക് ഇൻഡക്ഷൻ കുക്കർ വാങ്ങി തന്നില്ലേ? ഇൻഡക്ഷൻ കുക്കർ വാങ്ങി തന്നിട്ട് കാര്യമില്ലല്ലോ. അതിലിപ്പോ ഞാൻ എന്തെങ്കിലും ഓംലെറ്റ് ഉപയോഗിക്കണ്ട. ഓംലെറ്റ് ഉണ്ടാക്കും. എനിക്കല്ലേ നോമ്പ് തുറക്കാനും ഒക്കെ മസ്റ്റാക്കാനും വെച്ച് കഴിക്കണം. പിന്നെന്താ അതന്നെ, പെട്രോൾ അടിക്കട്ടെ വണ്ടിയില്. അക്രമം. ഞാൻ പോട്ടെ. നീ എന്താണ് അങ്ങനെ ചിരിച്ച് കാത്തിരിക്കണ്? ഇനി ആദ്യം ഇതിൽ മുക്കാ, പിന്നെ ഇതിലിടുക, പിന്നെ ഇതിലിടുക. ഷാബി, വേ നോക്കാൻ പറ, വേ ഉണ്ടാക്കാൻ പറ. ഞങ്ങൾക്ക് വേഗം വേണം പറ. എന്താണ്? ഇതില് മുക്കിട്ട് ഇതില് പിടിക്കുമ്പോ ഇങ്ങനെ അമർത്തി പിടിക്കണം. എനിക്കറിയാമോ മോലേരെ നോക്കി പഠിപ്പിക്കണ്ട. ഏത് മോലാരെ? എന്റെ റയ്യാനെ, നീ ആദ്യമായിട്ടല്ലടാ ഇത് ചെയ്യണേ? ഞാനോ? പറയണേട്ടാ, നീ റെസ്റ്റോറന്റില് ബ്രോസ്റ്റ് നമ്മളില്ലാത്തപ്പോ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കും. പാത്രം ചട്ടിയും കഴുകാനായത് കണ്ടാ മനസ്സിലാവും. കൈ കഴുകിയിരുന്നടാ നീ? ഇല്ല, ഞാൻ 4-5 ദിവസമായി. അതൊക്കെ കഴിക്കും. അങ്ങനെ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? അതിന് മാത്രം പൊടിയില്ല അതില്. പിന്നെ അങ്ങനെയല്ല, പിന്നെ എന്തെങ്കിലും ചെയ്യും. നീ വിട്, ഫ്രീ ആക്കി വിട്, അവൻ ചെയ്യട്ടെ. ഷാബി, നീ എന്താ മോനും ഒന്നിനും കൂടാത്ത? എന്തിനാണ് ഇങ്ങനെയൊക്കെ ആക്കുന്നത്? ഇത്രയൊന്നും ആക്കണ്ട കാര്യം. അങ്ങനെ തന്നെ ആക്കണം. പഴപ്പൊടി മെല്ലട്ടോ, മെല്ലെ മെല്ലെ. ഇതേതാ, KFC ആണോ അതോ ചിക്കൻ ആണോ? RFC.
റയ്യാൻ ഫ്രൈഡ് ചിക്കൻ അല്ലേ? റയ്യാനല്ല റയാന്നാണ് എന്റെ ആ, പേര്. നിനക്ക് പിന്നെ പേര് ഭൂമി മലയാളത്തിലുള്ള എല്ലാരും റയാന്നാ വിളിക്കുക. പേരിട്ട വാപ്പാക്ക് അറിയില്ല എന്റെ പേര് റയ്യാൻ. ഞാനല്ലേ പേര് പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഒറ്റ വയ്യുള്ളൂ. ഉപ്പാനോട് എവിടെയെങ്കിലും കൊണ്ടുപോയി പേരിടാൻ പറഞ്ഞാൽ പേരിടാൻ പറഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടാവും 2 വഴിക്ക് പേരിടുന്നു. ഒന്ന് എക്സ്ട്രാ കൂട്ടി അതല്ല അവന് പേരിട്ടാളും ഞാനല്ലേ. അല്ല എന്നാലും ശരി, ഇത് ഡോക്യുമെന്റ്സിന് എല്ലാത്തിനും റയാൻ. ക്ലാസ്സിലും കോളേജിലും ഒക്കെ ചെക്കന്മാർ ഇങ്ങനെ കളിയാക്കി വിളിക്കും, എടാ റയ്യാനെ റയ്യാനെ പറഞ്ഞത്. എനിക്ക് അങ്ങനെ തന്നെ പറയാം. ഞാൻ പോകുന്നുണ്ടോ എടാ, ഞാൻ നല്ല അടിപൊളി ബ്രോസ്റ്റ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ എനിക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ചുണ്ടരക്കുട്ടത്തിനും മൺ ചെരുപ്പെടുത്താട്ടിക്കാൻ മതി പോയിട്ട് ചെരുപ്പെടുത്തിട്ടോ. പോയി ചെരുപ്പെടുത്തിട്ടുള്ള മൺ ചെരുപ്പ് എവിടെ? അവൻ പോയി തെരഞ്ഞെടുത്തിട്ട് വരും. എവിടെയുള്ളത് അവിടെ എവിടെയാണ് കാണാൻ നോക്കി. എവിടെ ചെരുപ്പ് കിട്ടിയില്ല. പാവത് കാണാതെ തിരിച്ചു വരുന്നു. എന്താ അടമിട്ടുക്ക. അതാണ് സൂപ്പർ സ്റ്റാർ. ഗുഡ് ബോയ് ആണ്. കണ്ടടാ, ചെരുപ്പ് പറഞ്ഞാൽ മതി, അവൻ എടുത്ത് കൊണ്ടുവന്ന് കാലിന്റെ ചോട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് തരും. നിന്റെ അല്ലേ ഏട്ടന്ന, അവന്റെ അനിയൻ നീ. പക്ഷെ ആ ഏട്ടൻ്റെ അനിയൻ കോന്ത കുറുപ്പ്. നിനക്ക് ആ സ്വഭാവമൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത പോലെ ഇരിക്കും. എന്താ ആണ് ആ തോട്ടം മൊത്തം ആ പണിയെടുത്ത് നോക്കി നടത്തുന്ന ആരാ? ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ലാത്തോണ്ട്. അല്ലെങ്കിൽ ഇവനില്ലേ ഒരു ദിവസം ഇത് എന്താ ഉള്ളതൊക്കെ കൂടെ ഇതിനകത്ത് ഇട്ടിരിക്കുക. കുറേശ്ശെ 2 കഷ്ണം കണ്ടൊന്നല്ല ഇത് കുറേ. പൊടി അടിയുണ്ടാവും. അത് തീ കുറച്ചിട്ടാണോ കൂട്ടിട്ടാണോ നോക്കി. വയ്യാതെ ഒരു ദിവസം കണ്ണ ചോദിച്ചത് നീയേ എന്താണ് തോട്ടം നിനക്ക് വേണോ പുഴുങ്ങിയ മുട്ട ഷാബി? ഷാബിക്കുന്നു ഡിന്നറിന് പുഴുങ്ങിയ മുട്ട മാത്രമേ ഉള്ളൂ. ഈ കഴിക്കുമെന്ന് നോക്കട്ടെ. എന്താപ്പം ഷാബി ഇതാര ഫോട്ടോ ആണിത്? നോക്കാം. ഇതിൽ തൊട്ടാ, ഫോട്ടോയിൽ തൊട്ടാ, അങ്ങോട്ട് നോക്കാം. ഷാബി നീ എന്താ ചെയ്യുന്നതാവും നോക്കണം. ഷാബി ഇവിടെ നോക്കണം. ഇതിൽ തൊട്ടാ. എവിടെ ഷാബിയുടെ ഫോട്ടോ? ഏത് ഷാബി? ഷാബിക്ക് അത് കാണുന്നതേ ദേഷ്യമാണ്. ഏത് ഷാബി? ഷാബിനൊക്കെ തട്ടിയില്ല. 2 മുട്ട. മുട്ട മുട്ട കഴിച്ചിട്ട് പോയാ മതി. ഇത് കൈ പിടിച്ചോ. എന്റെ കഴിച്ചെന്നാ നെയ്യ് കഴിച്ചു. ഇപ്പൊ ഇങ്ങനെ തിന്നില്ല, എന്നോട് ഇരിക്കില്ല എന്ന് പറഞ്ഞാല് അവിടെ ഇരുന്ന് മതി. പാപ്പാന്റെ കസേരയിലിരുന്നു. അവന്റെ കസേര എവിടെ മല പോണാണ്. ടെക്സ്ചർ നോക്കാം. ബ്രോസ്റ്റിന്റെ അതേപോലെ അല്ലേ ഷാബി? അൽബേക്ക് അതാണ് ബ്രോസ്റ്റ്. കുറച്ചും കൂടി മൈദ, കുറച്ചും കൂടി മൈദ. ബേക്കിംഗ് പൗഡർ. ഇത് മൈദയല്ലേ? ബേക്കിംഗ് പൗഡർ അങ്ങനെ വാങ്ങില്ല. ബേക്കിംഗ് സോഡ. സോറി, ബേക്കിംഗ് സോഡ അല്ല, ക്ഷമ നശിച്ചില്ലടാ. എത്ര നേരം നമ്മളിങ്ങനെ ബ്രോസ്റ്റ് പറഞ്ഞ് വെയിറ്റ് ചെയ്യാ അല്ലേ മോനോ? അത് നെയ്യുന്നതോടാ ബേക്കിംഗ് പൗഡർ കുറച്ച്. എനിക്ക് വേണ്ട. അല്ലാതെ ഇതിലധികം ബേക്കിംഗ് പൗഡർ ഇല്ല. അപ്പൊ ഇത് ഇതിലും എന്താ ഒരു ഇങ്ങനെ തോട്ടേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ഉമ്രയ്ക്ക് പോകുന്നല്ലോ. എനിക്ക് ഓതൊക്കെ ആണ് ശരി. അത് എടുത്തിട്ട് റയ്യാനെ അതിനകത്ത് എണ്ണയിലുള്ള ഇല്ല, ഒന്ന് തീ കുറച്ച് കൂട്ടി വെച്ചോ. കരിയൂട്ടാണ്. കരിയൊന്നുമില്ല. ചിക്കൻ വേണ്ട. കാരണവർ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ ഷാബി? ഷാബി ഇടയ്ക്കിടയ്ക്ക് പോവും, എത്തി നോക്കും എടുക്കാനായോന്ന്. ആവട്ടെ. ഉമ്മ കൊടുത്തിട്ടും കാര്യമില്ലല്ലോ ഷാബി.
ബ്രോസ്റ്റ് ഉമ്മ തന്ന ആൾക്കാരെ ആ അവൻ വന്ന് അവൻ്റെ ക്ഷമ നശിച്ചിട്ടാണ് നിന്നോട് വന്ന് ഉമ്മ വന്നിട്ട് ചോദിക്കുന്നത്. ഇത് ബ്രോസ്റ്റ് കണ്ടിട്ടുള്ള സ്നേഹമാണ്, ഇത് ഇന്നോടുള്ള സ്നേഹമല്ല. അവനിക്ക് അങ്ങനെ ഒന്നുമില്ല. അവന്റെ യഥാർത്ഥ സ്നേഹം പാവം കുട്ടി. വാഴക്ക് മറക്കുണ്ടാവില്ല, വാഴ വന്നപ്പോൾ മൂക്കുത്ത ഇതല്ലോ, കവർ കാണിച്ചത്. നിർത്തൂല. ഉമ്മാക്കുമ്പോ തരുമോ ചബി? ഉമ്മാനോട് പോവാൻ പറഞ്ഞു. ചബി ഉമ്മാക്കുമ്പോ തരുമോ? ഉമ്മാക്ക് തരില്ല പറഞ്ഞു. ഉമ്മാക്കുമ്പോ തരുമോ? ഉമ്മാക്കുമ്പോ ഇവിടെ പറഞ്ഞു ഉമ്മാക്ക് തരില്ല പറഞ്ഞു. ചോദിച്ചു നോക്കാം ആർക്കാണ് അവൻ തരാമെന്ന് നോക്കാം. രണ്ടുപേരും ചോദിക്കുന്നു ഇപ്പം ആർക്കാണ്. ഉമ്മാക്ക് ഉമ്മാനോട് പോയി വഴിവിട്ടാൻ പറഞ്ഞത്. ഉമ്മാക്കും വല്ല പറഞ്ഞു. മതി ചിച്ചി ഒരു ഉമ്മ മക്കളെ തമ്മിൽ തെറ്റിക്കുന്ന കണ്ടോ? ഉമ്മാക്ക് ഉമ്മ തരുമോ? ഉമ്മാക്ക് ഇവിടെ 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 ഓഹോ ഇത്ര ഉള്ളു പറഞ്ഞത് ഷാബി. അതല്ല ഇപ്പം ബ്രോസ്റ്റിന്റെ ഓണർ അവനാണെന്ന് അറിയാം അല്ല ഷാബി? അതുകൊണ്ടാ അതുകൊണ്ടല്ല, അവനല്ലേ കൊണ്ടത്. അവൻ വന്നത് കൊണ്ടല്ല. നീ ചോദിച്ചു നോക്കാൻ. ഇവനെയാണ് ഇഷ്ടം, ഇവനെയാണ് എനിക്ക് ഇഷ്ടം. അടിച്ചാലോ? അടിച്ചാൽ റെഡിയോ അടിച്ചാ വേണ്ട അങ്ങനെ പറഞ്ഞോ, അങ്ങനെ അങ്ങനെ പറഞ്ഞു. അനിയനെങ്ങനെ തൊട്ടാ കടപ്പുറം അളകും പറഞ്ഞ ഏത് കടപ്പുറം? ടീമൊക്കെ ഇറങ്ങും പറഞ്ഞത്. കഴിഞ്ഞ ഒരു മണിക്കൂർ പണി എടുത്തതിന്റെ പൈസ ആദ്യം അയക്കുക. ഒരു മണിക്കൂർ പണിയെടുത്താൽ ബ്രോസ്റ്റിനുള്ള കാശ് ആദ്യം തരുന്ന ആണോ കടാ? എനിക്ക് വന്ന് ഉമ്മ തരുന്നു. നീ പോയാ ഉപ്പുള്ളൂ എന്ന് അവനറിയാം അല്ലേ ഷാബി? അല്ലേ? ഞാനും ഉപ്പിയാണ് ഫ്രണ്ട്സ് പറഞ്ഞത്. നിങ്ങളൊക്കെ പോകും, അവസാനം ഞാനും ഉപ്പി ഉണ്ടാവുള്ളൂ പറഞ്ഞു അല്ലേ? അവനിപ്പോ എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലോ ക്യാമറയോട്. നീ ഉണ്ടാക്കിക്കോ, നമ്മളെ കേക്കൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. തൊട്ടോക്കാം. ഷാബി വാ മോനു. നോക്കാം കേക്ക്, നീ ഉണ്ടാക്കിയ കേക്ക് അടിപൊളിയായിട്ടുണ്ട്. നോക്കാം കേക്ക് തുറന്നു നോക്കാം. ഇത് തുറന്നു സൂപ്പർ. ഇവിടെ നോക്കാം ഷാബി. വേണമെങ്കിൽ വന്നോ, ഇല്ലെങ്കിൽ ഇപ്പം ഒറ്റയ്ക്ക് തട്ടും. അടുത്ത ഇട്. മാറ്റിയടാ. ഞാനുണ്ട് പൊളിച്ചാ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലേ, വളരെ ബോറായിട്ടുണ്ട് അല്ലേ? സത്യം പറഞ്ഞു റയ്യാൻ അല്ലേ ഷാബി? ഷാബിയുടെ ബർത്ത്ഡേക്ക് റയാൻ വന്നില്ലേ, റയാൻ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലേന്ന് എല്ലാരും പറയുന്നത്. മുറിച്ചോ? ഹാപ്പി ബർത്ത്ഡേ ഷാബി. ബർത്ത്ഡേക്ക് കേക്കിന് പകരം ബ്രോസ്റ്റ് കൊടുക്കുന്ന ആദ്യമായിട്ടാ. ഹാപ്പി ബർത്ത്ഡേ ഷാബി. അത് നല്ല ചൂടുണ്ടാവും കേട്ടോ. തന്നെ കഴിച്ചിട്ടുണ്ടോ? ഷാബി മണം മാത്രമല്ല, ചിരി നോക്കണ്ടേ? ഇവിടെ നോക്കാം. അവനാകെ ഡെസ്പായി. നീ ഇത്രയും കേക്കുകളും ഗിഫ്റ്റും കിട്ടിയിട്ട് നീ ബ്രോസ്റ്റ് കൊണ്ട് അവന് നീല ഷാബി. അതിന് സന്തോഷല്ലേ അല്ലേ? നോക്കാം. ചൂടുണ്ടാവും. ചൂടുണ്ട്. ചെറിയൊരു പീസ് എടുത്ത് വാങ്ങിക്കും. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. ബ്രോസ്റ്റ് കഴിച്ചിട്ട് ഷാബിയാണ് അല്ലേ? ബർത്ത്ഡേ പെണ്ണല്ലേ? അമ്മക്ക് എന്ത് ബർത്ത്ഡേ? 3 ദിവസം ബർത്ത്ഡേ വെച്ചിട്ടുണ്ടായിരുന്നു.
ഈ ഉമ്മാക്കൊന്നും തന്നോക്കുന്നില്ല. അയ്യേ ഷാബിമാ കൊടുക്കണ്ടത്. എന്താണോ അത് വേണ്ട. ഇത് ചൂടാറട്ടെ മോളെ. ഇത് ചൂടാറട്ടെ. ഷാബിനി രാത്രി ഉമ്മാക്കാണ് ഇത് പറഞ്ഞത്. ചൂടുള്ള കൊടുക്കണ്ടേ, ഒന്നാവുള്ളൂ. ചെറിയ പീസ് എടുത്തിട്ട് നല്ല ചൂട് ഇതാക്കിയിട്ട് കൊടുക്കും. ആ എല്ലും കൊടുക്കണ്ട കേട്ടോ, എല്ലുള്ള ഭാഗം കൊടുക്കല്ലേ. എല്ലുള്ള ഭാഗം എല്ലുള്ള അങ്ങനെ നോക്കണം. നീ കഴിക്കുമ്പോൾ അവൻ വായ പൊളിക്കല് അവനും കൊടുക്കേ. കുറച്ച് ഉപ്പ് കുറവാ. ഉപ്പ് കുറവുള്ള ഉപ്പാക്ക് ഉപ്പ് കറക്റ്റ് ആയിരിക്കും. ടൊമാറ്റോ സോസ് ഉണ്ടോ അവിടെ? എടുത്തോ. എന്ത് ടൊമാറ്റോ സോസിൽ ഷാബിയ? ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നീ കഴിക്കുമ്പോൾ അവൻ വായ കൊടുക്കുന്നു കേട്ടോ. ഒരെണ്ണം ഉപ്പാക്ക് വായിട്ട് കൊടുക്കും. എനിക്ക് പോകണ്ട, ഞാൻ പോകാം. ഒരു വായ അവൻ തരുന്നത് കഴിക്കും. ഉപ്പാക്ക് വായിട്ട് കൊടുക്കാം.